ഹല്ലേലൂയ. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസം യഥാർത്ഥ ജീവൻ എന്താണെന്ന് അല്പമായിട്ട് നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. വീണ്ടും റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് പൗലോസ് തന്റെ ലേഖനത്തിൽ എഴുതുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ 2-3 കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഒന്നാമത്, വീണ്ടും ജീവനെ കുറിച്ച് അവിടെ പറയുകയാണ്. 2-ാം വാക്യത്തിൽ ജീവന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പരാമർശിക്കുന്ന ആത്മാവ് ജീവന്റെ ആത്മാവാണ്. ജീവനോട് ബന്ധപ്പെട്ടതും ജീവൻ ഉൾക്കൊള്ളുന്നതും ജീവന്റെ വകയായ ആത്മാവാണ് എന്ന് പൗലോസ് അവിടെ കാട്ടിത്തരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 6-ാം വാക്യത്തിൽ ആത്മാവിന്റെ ചിന്തയെക്കുറിച്ച്, അല്ലെങ്കിൽ ആത്മാവിൽ ചിന്ത ഉറപ്പിക്കുക എന്ന് പറയുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇതിന്റെ അർത്ഥം ജീവൻ ആത്മാവിന്റെ ഫലമാണെന്നും ആത്മാവാണ് ജീവന്റെ ഉറവിടം എന്നുമാണ്. അതുകൊണ്ട് ആത്മാവിനെ സ്പർശിക്കുന്നത് മൂലം നാം ജീവനെ സ്പർശിക്കുന്നു എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 2-ാം വാക്യത്തിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തെക്കുറിച്ചും പറയും. അപ്പോൾ ഇവിടെ ജീവനെ കുറിച്ച് പറയുന്നു, ആ ആത്മാവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ തന്നെ ജീവന്റെ ആത്മാവിന്റെ ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ കൂടിയാണ് എന്നും അവിടെ നമുക്ക് വ്യക്തമായി വരച്ചു കാട്ടുന്നതാണ് കാണുവാൻ കഴിയുന്നത്. 6-ാം വാക്യത്തിൽ ആത്മാവിൽ മനസ്സ് ഉറപ്പിച്ചിരിക്കുന്നതിന്റെ ഫലം എന്താണ്? അത് ജീവൻ മാത്രമല്ല, സമാധാനവും കൂടെയാണ് എന്നാണ് അവിടെ എടുത്തു പറയുന്നത്. ലോകത്ത് സമാധാനം എല്ലാ മണ്ഡലങ്ങളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ആർക്കാണ് യഥാർത്ഥ സമാധാനം, അല്ലെങ്കിൽ ആ ജീവന്റെ ഫലം എന്താണ് ഇത്യാദി കാര്യങ്ങളാണ് അവിടെ സവിസ്തരമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ ജഡത്തിൽ മനസ്സ് ഉറപ്പിച്ചിരിക്കുന്നത് മരണമെന്നുകൂടെ ആ 6-ാം വാക്യത്തിൽ കൂട്ടിച്ചേർക്കുന്നത് നാം മറന്നുപോകരുത്. ഇന്ന് അനേക സമാധാനത്തിനും അല്ലെങ്കിൽ മരണത്തിന്, അഥവാ മരണമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ആദാമ്യവർഗത്തിന്റെ പാപം നിമിത്തമായിട്ട് എല്ലാവരിലുമുണ്ട്. എന്നാൽ നിത്യമരണം, അതിന്റെ പ്രധാന കാരണം എന്താണ്? ജഡത്തിന്റെ ചിന്തയാണ്. മനുഷ്യൻ ജഡത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നു, ജഡത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുന്നു, ജഡത്തിനു വേണ്ടി മാത്രം അവൻ അധ്വാനിക്കുന്നു, ജഡത്തിനു വേണ്ടി അവൻ പണം സമ്പാദിക്കുന്നു. ഇങ്ങനെ ജഡത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യന് അത് മരണം, ജഡത്തിന്റെ ചിന്ത മരണം, അഥവാ നിത്യമരണത്തിൽ, നിത്യനരകത്തിൽ അവനെ കൊണ്ട് എത്തിക്കും എന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥമായ ജീവൻ എന്താണ്? ആ ജീവൻ നിലനിർത്തിപ്പോരുന്നത് ആരാണ്? അല്ലെങ്കിൽ അതിന്റെ പ്രമാണം എന്താണ്? അഥവാ അതിന്റെ ഫലം എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ പൗലോസ് ഈ വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതേ പ്രിയമുള്ളവരെ, നാം ഏത് പ്രമാണത്തിൽ എങ്ങനെ ആയിരിക്കുന്നു എന്ന് നമുക്ക് തന്നെ ശോധന ചെയ്തുകൊണ്ട്, അഥവാ ജഡത്തിന്റെ പ്രമാണത്തിലാണോ ആത്മാവിന്റെ പ്രമാണത്തിലാണോ നാം മുൻപോട്ട് ഓടുന്നത് എന്ന് നമുക്ക് തന്നെ ഒന്നുകൂടി ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ആ നിത്യജീവനെ നമുക്ക് മുറുകെ പിടിക്കാം. അതിനായിട്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നീ ഉണർന്നിടുക, ബലം ധരിക്കുക, അലങ്കാര വസ്ത്രവും ധരിക്കുക. നീ ഉണർന്നിടുക,
ബലം ധരിക്കുക അലങ്കാര വസ്ത്രവും ധരിക്കുക ഉല്ലാസഘോഷമായി സിയോനിലേക്ക് പോകാം നിത്യാനന്ദം തലമേൽ പ്രാപിക്കുക ഉല്ലാസഘോഷമായി സിയോനിലേക്ക് പോകാം നിത്യാനന്ദം